KCL മൂന്നാം സീസണ് തുടക്കമാവുകയാണ്. ഏരീസ് കൊല്ലം സെയിലേഴ്സിനൊപ്പമാണ് നമ്മളുള്ളത്. എനിക്കൊപ്പം ഏരീസിന്റെ പ്രിയപ്പെട്ട കോച്ചാണ് സഹ ആങ്കറായി എത്തുന്നത് KK ജിയാസ്. എൻ്റെ നാട്ടുകാരൻ കൂടിയാണ്, എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾ രണ്ടുപേരുമാണ് ഇന്ന് ടീമിനെ പരിചയപ്പെടുത്തുന്നത്. കോച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാൽവെപ്പാണ് KCLലേക്ക്. ഏറെ നാൾ കേരളത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ച ഒരാളാണെന്ന് അടുത്തറിയാവുന്ന ഒരാൾ എന്ന നിലയിൽ അറിയാം. അപ്പോൾ ഒരു കേരളത്തിലേക്കുള്ള ഒരു വരവ് കൂടിയാണ് കോച്ച്. തീർച്ചയായിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ഹാപ്പിയാണ്. നല്ലൊരു ഹെഡ് കോച്ചായിട്ട് ഇങ്ങനത്തെ ഒരു ടീമിൻ്റെ കൂടെ പെട്ടെന്ന് തന്നെ ഒരു വിളി വന്നതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞു, ഞാൻ എൻ്റെ മനസ്സും ശരീരവും മൊത്തം ഇവർക്ക് വേണ്ടി ഈ ഒരു സീസണിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. എന്നിൽ വിശ്വാസം അർപ്പിച്ച കൊല്ലം ഏരിയസ് ടീമിനും അതോടൊപ്പം തന്നെ അതിൻ്റെ മാനേജ്മെൻറ്റിനും ശ്രീബായിക്കും സോഹൻ സാറ് അതുപോലെ തന്നെ പ്രവി ചേട്ടൻ ഒത്തിരി പേരുകൾ പറയാനുണ്ട്. അവരെല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കോച്ചിന്റെ കൂടെ കളിച്ച ഒരുപാട് പ്ലേയേഴ്സും ഉണ്ടാവും ഇപ്പോൾ ടീമിൽ. കൂടെ കളിച്ചവരുണ്ട്, എൻ്റെ സീനിയേഴ്സ് ഉണ്ട്, എൻ്റെ ജൂനിയേഴ്സ് ഉണ്ട്, ഞാൻ ഒട്ടും കാണുപോലും ചെയ്യാത്ത പേരുകളുണ്ട്. ഒരു പുതിയ അനുഭവമാണ്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ആരൊക്കെയാണ് ഇത്തവണ കൊല്ലത്തിന് വേണ്ടി കപ്പടിക്കാൻ ഇറങ്ങുന്നത്? ആദ്യ സീസണിൽ ചാമ്പ്യന്മാർ, രണ്ടാം സീസണിൽ റണ്ണേഴ്സ് അപ്പ്, മൂന്നാം സീസണിൽ ആ കൈവിട്ട പോയ കപ്പ് അത് കൊല്ലത്തെത്തണം. അപ്പോൾ ഒരു ഗംഭീര ടീമാണ് ഇക്കുറി കൊല്ലം അവതരിപ്പിച്ചിരിക്കുന്നത്. ആനന്ദ് കൃഷ്ണൻ, യെസ് ആനന്ദ്, എന്താണ് ഇത്തവണ, എന്തൊക്കെയാണ് ഒരു പ്രതീക്ഷകൾ? നമ്മൾ 2 വർഷം ഫൈനൽ കളിച്ച ടീമാണ്, ഒരു തവണ കപ്പടിച്ചാണ്. സോ ഇത്തവണ ഭയങ്കര പ്രതീക്ഷയുണ്ട്. എല്ലാവരും നല്ല ജെല്ലാണ്. സോ എല്ലാവരും നല്ല ബെസ്റ്റ് കൊടുക്കുന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. ആൻഡ് വിൽ വിൻ ദി കപ്പ്. കോച്ച് ആനന്ദിനെ നമ്മൾ ഓപ്ഷനിൽ വന്ന സമയത്ത് എനിക്ക് ചെറുപ്പത്തിലെ അറിയാവുന്ന ഒരാളാണ്. നമ്മുടെ നാട്ടിൽ നമ്മളെ നോർത്ത് സൈഡിൽ നിന്ന് ഇതൊക്കെ സോണൊക്കെ കളിക്കുന്ന സമയത്ത് ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ടോപ്പ് ഓർഡറിൽ അവനെ എടുക്കണം എന്നൊരു വാശി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഓപ്ഷന്റെ സമയത്ത്. അത് നമുക്ക് കിട്ടി. ഓക്കെ ആനന്ദ്, അത്യാവശ്യം കുറച്ച് പ്രാക്ടീസിന്റെ തിരക്കുണ്ട്. ഓക്കെ യെസ് സാർ. അപ്പൊ കോച്ച് അജിനാസ്, യെസ് അറിയാം. അജിനാസ്, എങ്ങനെയുണ്ട് ഈ സീസണിലേക്ക് എത്തുമ്പോൾ? നന്നായിട്ട്, നല്ല പ്രിപ്പറേഷനൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ടീമിൽ 3 ഡിപ്പാർട്ട്മെന്റും നല്ല ബാലൻസ്ഡ് ആണ്. നമ്മളെല്ലാവരും കോൺഫിഡൻ്റ് ആണ്. കൊല്ലത്തിന്റെ ഏത് ഏരിയയാണ് എതിരാളികൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത്? 3 ഏരിയയും ഭയക്കണം. 3 ഏരിയയും ഭയക്കണം. ഫീൽഡിങ്ങും കയ്യടി ഇല്ലേ ബാറ്റിങ്ങും ബോളിങ്ങും ഈവൻ ഫീൽഡിങ്ങും നമ്മൾ സ്ട്രോങ് ആണ്. അതിനപ്പുറത്ത് ഒരു കാര്യം ഞാൻ പറയട്ടെ, അതൊക്കെ ഫീൽഡിലാണ്. പക്ഷെ അതിനപ്പുറത്ത് കൊല്ലത്തിന്റെ കെട്ടുറപ്പിനെ കൂടി എതിരാളികൾ ഇക്കുറി ഭയക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. യെസ് മോനു കൃഷ്ണ, നമ്മുടെ ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളറാണ്. മോനു, എന്താണ് ഒരു ഇത്തവണ ടീമിനൊപ്പം ആദ്യമാണ്? ഞാൻ കൊല്ലം ടീമിന്റെ ഒപ്പം ആദ്യമായി. കഴിഞ്ഞ തവണ കാലിക്കറ്റ് എന്നായിരുന്നു. കോഴിക്കോട് നിന്ന് കൊല്ലത്തേക്കുള്ള ഒരു ചാട്ടം വരുമ്പോൾ ഇവിടെ ഉള്ള എങ്ങനെയുണ്ട് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളൊക്കെ? ഇല്ല, എല്ലാവരും എൻ്റെ ഒപ്പം കളിച്ചിട്ടുള്ളൊരു എൻ്റെ സീനിയേഴ്സും ഒക്കെയാണ്. അപ്പം ലൈക്ക് എക്സ്പീരിയൻസ് ഉണ്ട് കളിച്ച്. ഓവറോൾ ടീമിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ അടിപൊളിയാണ്. ഇപ്പോൾ ടീം ഫുൾ കോമ്പിനേഷൻ എല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഒരു ചാമ്പ്യൻസ് സൈഡിൻ്റെ ഒരു എല്ലാ റിസൾട്ടും കാണുന്നുണ്ട്. മോനു എവിടെയാ ശരി സ്ഥലം? തിരുവല്ല, പത്തനംതിട്ട തൊട്ടടുത്താണ്. ഓക്കെ, ഇത് നമ്മുടെ തുറുപ്പ് ചീട്ട് സച്ചിൻ ആരാധകരില്ലേ ഇവിടെ? എന്താണ് സച്ചിന് കയ്യടി ഇല്ലാതെ? എന്ന് പറയണം. സച്ചിൻ കൊട്ടാരക്കരയുടെ സച്ചിനെ ഗംഭീരമാക്കണ്ടേ? ഗംഭീരമാക്കണം, പിന്നല്ലാതെ. എല്ലാം റെഡിയാണല്ലോ? എല്ലാം റെഡി, ഓൾ സെറ്റ്. എന്താണ് കോച്ചിനെ കുറിച്ചുള്ള അഭിപ്രായം? കോച്ച് കിടിലാണ്. ഒരു കോച്ചായിട്ട് തോന്നത്തില്ല, കൂടെ ഒരാള് ജെല്ലായിട്ട് ഇങ്ങനെ നിൽക്കുന്നു, കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത്. ഓക്കെ, അല്ല കഴിഞ്ഞ തവണത്തെ സീസണിലെ ഒരു എക്സ്പീരിയൻസ് അത് എത്രമാത്രം ഗുണം ചെയ്യുന്നുണ്ട് തവണ? ഉറപ്പായിട്ടും അത് കുറച്ചും കൂടെ എന്താ പറയാ, ഞങ്ങളുടെ ടീമിലും അതേപോലെ എനിക്കും പേഴ്സണലി കുറെ അധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ സീസൺ. സച്ചിന്റെ നാട്ടിൽ ഞങ്ങൾ പോയിരുന്നു. ആ ഒരു പൊളി നാടാണ്, പൊളി സ്ഥലമാണ്. യെസ്, വിജയ് കൊല്ലം നിലനിർത്തിയ ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ്. കൊല്ലം നിലനിർത്തിയ വിജയ്, കയ്യടി തരട്ടെ. വിജയ്, എന്താണ്? എല്ലാം നന്നായിട്ട് പോകണുണ്ട്. പ്രാക്ടീസ് കാര്യങ്ങളും കഴിഞ്ഞ വർഷം പോയ കപ്പ് തിരിച്ചു പിടിക്കണം, അത് മാത്രമേ ഉള്ളൂ. ഈ കഴിഞ്ഞ വർഷം ചെയ്തേക്കാളും ബെറ്റർ ആയിട്ട് എല്ലാവരും ചെയ്യണമെന്ന് നന്നായിട്ട് വർക്ക് ചെയ്യണമുണ്ട്. അപ്പൊ കപ്പും കൊണ്ട് നമ്മൾ തീർച്ചയായും പോകും. വിജയുടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. കഴിഞ്ഞ സീസണിൽ വിജയിൽ ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം, വിജയ്ക്ക് ഒരു പരിക്കുണ്ടായിരുന്നു അവസാന ഘട്ടത്തിൽ എത്തിയ സമയത്ത്. ആ പരിക്കും ഇവിടെ സ്റ്റിച്ച് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ പരിക്ക് വെച്ചാണ് അന്ന് വിജയ് കളിക്കാൻ ഇറങ്ങിയത്. സല്യൂട്ട് മാൻ, വരട്ടെ. യെസ്, അപ്പൊ അടുത്ത അഖിൽ KG, നമ്മുടെ എന്താ പറയുക, ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും എപ്പോഴും കളി തിരിക്കാൻ പറ്റിയ ഒരു ടീമിന്റെ ഒരു മുതൽക്കൂട്ടാണ്.
ബെസ്റ്റ് ഓൾറൗണ്ടറാണ് നമ്മുടെ ടീമിൽ പ്രധാനം. യെസ്, എങ്ങനെയുണ്ടാക്കി? എല്ലാം നല്ല അടിപൊളിയായിട്ട് പോകുന്നു, ഉഷാറായിട്ട് പോകുന്നുണ്ട്. പ്രിപ്പറേഷൻ എല്ലാം വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഇനിയും എന്തായാലും അടുക്കുന്തോറും നമ്മൾ കൂടുതൽ സ്ട്രോങ് ആകത്തേ ഉള്ളൂ. എന്തായാലും ഈ കൊല്ലം നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും കപ്പ് അടിക്കും. അടിപൊളിയാണ്. സ്ട്രോങ് ആയി പ്രാക്ടീസൊക്കെ നന്നായിട്ട് തന്നെ പോകുന്നു. നല്ല സ്ട്രോങ്. കാലാവസ്ഥയൊക്കെ ഒന്ന് മാറി തുടങ്ങിയപ്പോൾ ഒരു വെയിൽ കണ്ടപ്പോൾ ആശ്വാസം തുടങ്ങി. ആശ്വാസമുണ്ട്. പിന്നെ കുറച്ച് ദിവസം മഴയാണ്ട് പോയതിൻ്റെ ഒരു വിഷമമുണ്ടായിരുന്നു. പക്ഷെ അത് തന്നെ മേക്കോർ ചെയ്ത് നന്നായിട്ട് തന്നെ ചെയ്യിപ്പിക്കും. ശരി, യെസ്. അടുത്ത ആളെ മിഥുൻ. നമ്മുടെ ഏതൊരു ടീമിലും ഒരു റിസ്റ്റി ഉണ്ടായിരിക്കും. ഞാനും ഒരു സ്പിന്നർ ആണ് നമ്മുടെ ടീമിന്റെ മെയിൻ സ്പിന്നർ. ഇതിന് പറഞ്ഞു IPL ക്യാമ്പിനൊപ്പം ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്, KCL ആദ്യ 2 സീസണിലെ എക്സ്പീരിയൻസ്, 3-ാം സീസണിലേക്ക് എത്തുമ്പോൾ കൊല്ലം എങ്ങനെയാണ്? ആ ഒരു കയ്യടി വേണം. കപ്പിൽ കുറഞ്ഞ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. എന്താണ്? എല്ലാവരും തന്നെ അടിപൊളിയാണ്. കാര്യം മിനിമം ഒരു മാച്ചെങ്കിലും ജയിക്കാൻ കാലിബറുള്ള പ്ലേയേഴ്സാണ് നമുക്കുള്ളത്. കാര്യം ചെയ്തിട്ടുള്ളവരാണ് എല്ലാം നേരത്തെ. വീണ്ടും കൊല്ലത്തിലേക്ക് വന്നത് വളരെ സന്തോഷം. സന്തോഷമുണ്ട്. നാട് ശരിക്കും കൊല്ലം തന്നെയല്ലേ? അല്ല, കായംകുളം. കായംകുളം ബോർഡറാണ്. ഒന്ന് അങ്ങോട്ട് പോയാൽ ആലപ്പുഴ, ഒന്ന് ഇങ്ങോട്ട് പോയാൽ കൊല്ലം. കൊല്ലത്ത് ഉറപ്പിച്ചു നമ്മൾ. അപ്പൊ ഇക്കുറി കൊല്ലം മിഥുൻ. യെസ്. നമ്മുടെ ടീമിന്റെ ഓഫി അമൽ രമേശ്. യെസ്, അമൽ. എന്താണ്, എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് തന്നെ പോകുന്നു. പ്രാക്ടീസും കാര്യങ്ങളും പിന്നെ ഒരു ഫാമിലി ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യണത്. ഞാൻ ഫസ്റ്റ് കൊല്ലം ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പം 3-ാമത്തെ കൊല്ലം. കഴിഞ്ഞ കൊല്ലം തൃശ്ശൂർ ടൈറ്റൻസിലായിരുന്നു. ആരാണ് ഈ ടീമിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്? ആരാണ്? എല്ലാവരും ഫ്രണ്ട്സ് തന്നെയാണ്. ഒരാളെന്ന് പറയാൻ പറ്റാത്ത ഒരു കൺഫ്യൂഷൻ. അതെ. കോച്ച് ഉൾപ്പെടെ എല്ലാം നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ്. എല്ലാം ഒരുമിച്ച് കളിച്ച് തന്നെയാണ്. ഇപ്പൊ ജിയാസൊക്കെ ആയിട്ട് ഞാൻ ക്യാമ്പിലാണെങ്കിലും എല്ലായിടത്തിലും പണ്ടുതൊട്ടുണ്ടായിരുന്നതാണ്. സ്പിൻ കൺസൾട്ടന്റ് ഒക്കെ ഉണ്ടാക്കിയ സമയത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഇവൻ ഓഫ് സ്പിന്നർ, ഞാൻ ചൈനാമാൻ. ഗ്രേറ്റ്. അപ്പൊ ആ കോമ്പിനേഷൻ ഒക്കെ ഒരു പക്ഷേ ഇത്തവണ വലിയ തോതിൽ വർക്കാവും കൊല്ലത്തിന് വേണ്ടി. പ്രതീഷ് പവൻ. പ്രതീഷ് നമ്മൾ കണ്ടിരുന്നു. ഞങ്ങൾ നാട്ടിൽ പോയിരുന്നു. യെസ്. പ്രതീഷ് എങ്ങനെയുണ്ട്? എല്ലാം നന്നായി പോണു. ഇപ്പൊ ക്യാമ്പെല്ലാം പ്രിപ്പറേഷൻ എല്ലാം നന്നായി പോണു. ആദ്യ സീസണിൽ ഉണ്ടായിരുന്നു? ഇല്ല, ഫസ്റ്റ് സീസൺ ഉണ്ടായില്ല. കഴിഞ്ഞ വർഷം കാലിക്കറ്റിലൊപ്പം. കഴിഞ്ഞ തവണ കാലിക്കറ്റിലുണ്ടായിരുന്നു. ഓക്കെ. കാലിക്കറ്റിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് വന്നു അല്ലേ? അപ്പൊ എത്രമാത്രം സന്തോഷം നൽകുന്നതാണ്? നല്ല സന്തോഷം. പ്രതീഷിന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുമല്ലോ നാട്ടിൽ നിന്ന് കളി കാണാൻ? പിന്നെ എന്തായാലും ഫ്രണ്ട്സും എല്ലാവരും നമ്മുടെ റിട്ടൈൻ ചെയ്ത സെക്കൻഡ് പ്ലെയർ അറിയാലോ, അഭിഷേക്. വൈസ് ക്യാപ്റ്റൻ. വൈസ് ക്യാപ്റ്റനെ കുറിച്ച് പറയുമ്പോൾ ക്യാപ്റ്റൻ എവിടെയെന്ന് ചോദിക്കില്ലേ? ക്യാപ്റ്റൻ ഒരു ഷൂട്ടിന് പോയതാണ് അത്യാവശ്യമായിട്ട്. വത്സൽ ഗോവിന്ദ് ഒരു ഷൂട്ടിന് പോയതാണ് കൊച്ചിയിൽ. ലാലേട്ടന്റെ കൂടെ പോയതാണ്. ഓക്കെ. അപ്പൊ ക്യാപ്റ്റന്റെ അഭാവത്തിൽ വൈസ് ക്യാപ്റ്റൻ അപ്പൊ എങ്ങനെയുണ്ട് ഇത്തവണ? കൊള്ളാം, എല്ലാം നന്നായി പോകുന്നുണ്ട്. ഇതുവരെ പ്രിപ്പറേഷൻസ് എല്ലാം അടിപൊളിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ തവണത്തെ ഒരു നേരിയ അവസാന നിമിഷത്തെ ഒരു ക്ഷീണം നമുക്ക് ഓർമ്മയുണ്ടല്ലോ കൊച്ചിക്കെതിരെ. അതിനങ്ങ് പകരം വീട്ടണ്ടേ നമുക്ക്? എന്തായാലും അത് മനസ്സിലുണ്ട്. അതാണ്, ആ തീപ്പൊരിയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ കൊല്ലം വൈസ് ക്യാപ്റ്റൻ അബി. യെസ്. നമ്മുടെ ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളർ പവൻ. ഇത് ഒരു പവനല്ല, ഒരു 1.5 പവനാണ്. ഭയങ്കര ഇഷ്ടമാണ് ഒരു ബൗളിംഗ് ആക്ഷൻ കാണാൻ. ഭയങ്കര രസമാണ് ബൗളിംഗ് ആക്ഷൻ കാണാൻ. അതെ, യെസ്. പറയൂ പവൻ. എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ പ്രിപ്പറേഷൻ എല്ലാം ടീം നന്നായിട്ട് എല്ലാവരും നല്ല ജെല്ലിലാണ്. നമ്മൾ ഈ പ്രാവശ്യം കണ്ടിട്ട് നമ്മൾ കപ്പനെ അടിക്കും. നമ്മൾ അടിപൊളിയാണ് ചെയ്യുന്നുണ്ടല്ലോ. ബോളിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു? പ്രാക്ടീസ് ബോളിംഗ് ഒക്കെ നന്നായിട്ട് പോകുന്നു. ഈ KCL ഗ്യാപ്പിൽ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു കളി പ്രാക്ടീസ് ഒക്കെ എല്ലാം ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ ആയിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ എല്ലാം നന്നായിട്ട് പോകണ്ടായിരുന്നു. എറിഞ്ഞ് പൊളിക്കണം മെയിനല്ല. പിന്നെ യെസ്, അർജുൻ വേണുഗോപാൽ. ഓക്കെ. അർജുൻ പറയൂ. ടീമിനൊപ്പം ആദ്യമാണോ? ടീമിന്റെ ആദ്യമായിട്ടാണ്. ഫസ്റ്റ് ഇയർ കളിച്ചിരുന്ന തൃശ്ശൂർ ടൈറ്റൻസിൽ. കഴിഞ്ഞ കൊല്ലം കളിച്ചില്ല, ഈ കൊല്ലം തേർഡ് ഇയർ. എങ്ങനെയുണ്ട്? നന്നായി പോണു, സൂപ്പറായി പോണു. സൂപ്പർ ടീം. ഭയങ്കര സന്തോഷം ഈ ടീമിൽ വരാൻ പറ്റിയത്. നമ്മുടെ ബാറ്റ് ചെയ്യാനും കപ്പാസിറ്റി ഉണ്ട്. ഹു ക്യാൻ ബോൾ റിസ്പിൻ. അതൊരു അത്യാവശ്യ ഘട്ടത്തിൽ വേണമെങ്കിൽ നമ്മൾ അങ്ങ് എടുത്ത് ഉപയോഗിക്കും. ഗ്രേറ്റ്. ബാഹുബലി അമലേ, എന്താണ് കഴിഞ്ഞ അവിടുത്തെ പെർഫോമൻസ്? അതിനെക്കാട്ടും ഒരു പൊടിക്ക് മുന്നിൽ നമ്മൾ ഇത്തവണ അങ്ങ് എടുക്കും. ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാം അറിയാവുന്ന ആൾക്കാരാണ്. 1-2 ചേഞ്ച് ഉണ്ട്. അതാണ് അതിന് നമ്മൾ റീപ്ലേസ് ചെയ്തതും അറിയാവുന്ന ആൾക്കാരാണ്. എല്ലാവരും ഒരുമിച്ച് കളിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ആ ഒരു ടുഗർനെസ്സും ആ ഒരു ബോണ്ടും ഇപ്പോഴും ടീമിലാണ് നിലനിൽക്കുന്നത്. UK പറന്നിറങ്ങിയത് നേരെ നമ്മളെ ടീമിനൊപ്പമുള്ള പ്രാക്ടീസിലേക്കാണ് അല്ലേ? അതെ, ഇന്നലെ രാത്രിയാണ് എത്തിയത്. അപ്പോൾ ഇവരെല്ലാം സപ്പോർട്ട് ഉണ്ടായിരുന്നു. ക്യാമ്പ് 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് എന്നോട് പറഞ്ഞായിരുന്നു മാച്ച് അല്ല, ജിയാസിക്കോട് വിളിച്ചും പറഞ്ഞു മാച്ച് അല്ല, നീ കളിച്ചിട്ട് വന്നാൽ മതി. അപ്പോൾ ഇന്നലെ രാത്രി എത്തി നേരെ ക്യാമ്പിലോട്ട് ജോയിൻ ചെയ്തു. അതും ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അവിടെ കളിക്കുക എന്ന് പറയുന്നത്. യെസ്, ഗ്രേറ്റ്. ഗംഭീരമാക്കണം ഇത്തവണ. നമ്മൾ വലിയ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്.
യെസ് മുഹമ്മദ് ആഷിഖ് നൂർ. യെസ്, മുഹമ്മദ് ആഷിഖ്. നേരത്തെ ഞങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞു ടെന്നീസ് ബോളിൽ നിന്ന് കളിച്ച് വന്ന് KCL എന്താണ്, ആർക്കൊക്കെ അവസരങ്ങളുണ്ട് എന്നുള്ളതിന് ചോദ്യം ഒരു ഉത്തരമാണ് ശരിക്കും. ഓക്കെ, പറയൂ എന്താണ്? 2 സീസൺ കൊല്ലം സൈലേഴ്സിനൊപ്പം ഉണ്ടായിരുന്നു. ഈ ടീമിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നല്ലൊരു ബ്രദർഹുഡ് ഫീലും ഫ്രണ്ട്ഷിപ്പ് വൈബുമാണ്. ഈ സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആ ഒരു ഫീൽ, നല്ല അറ്റ്മോസ്ഫിയർ ക്യാമ്പിലുണ്ട്. കോച്ചായാലും ഓണറായാലും എല്ലാവരും നമുക്ക് എന്തും തുറന്ന് പറയാം, നല്ലൊരു സപ്പോർട്ട് നൽകുന്നുണ്ട്. പിന്നെ ഒരുപാട് സീനിയേഴ്സും നല്ല എക്സ്പീരിയൻസ് ടാലൻ്റ് ഉള്ളൊരു സൂപ്പർ ബെഞ്ചാണ് നമുക്ക് കിട്ടിയത്. ഉറപ്പായും ഈ സീസൺ കപ്പടിക്കാൻ തന്നെ ചെയ്യും. കപ്പടിക്കും, ഫുൾ കോൺഫിഡൻസിലാണ് കേട്ടോ. യെസ്, ഇഷാഖ്. മുഹമ്മദ് ഇഷാഖ് എവിടെ ശരിക്കും നാട്? മലപ്പുറത്താണ്. നമ്മളവിടെ ഫുട്ബോളിന്റെ ആളുകളാണെന്നൊക്കെ പറഞ്ഞേക്കുന്നത്, അങ്ങനെയല്ല. ക്രിക്കറ്റിലും ഉണ്ട്, വോളി ടീമുണ്ട്, വിഘ്നേഷ് പുത്തൂര്, ഇഷാഖ്, എല്ലാവരും ഉണ്ട്. എന്താണ് കൊല്ലത്തിനൊപ്പം കളിക്കുമ്പോൾ? ഭയങ്കര സന്തോഷം. പുതിയൊരു ടീം കൂടിയാണ്. 2 വർഷം തൃശ്ശൂരിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് പുതിയൊരു ടീമിനോട് ജോയിൻ ചെയ്യാൻ പറ്റിയ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ ഭയങ്കര ജെല്ലായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാവരും. അടിപൊളി. കപ്പ് തന്നെ മുഖ്യം. കപ്പ് തന്നെ മുഖ്യം. ഓക്കെ, MD നിതീഷ് കൊല്ലത്തിന്റെ ടീമിലേക്ക് വന്നപ്പോൾ നമ്മൾ മീഡിയ വന്ന് നമ്മളൊരു ക്യാപ്ഷൻ കൊടുത്തു. ഇനി കൊല്ലത്തിന്റെ നിധി എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ കൊടുത്തു. ഞങ്ങൾ നിതീഷിന്റെ വീട്ടിലും പോയിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് ഈ യാത്രയിൽ നിതീഷിനെ കണ്ടപ്പോഴാണ്. ഭയങ്കര എനർജി കിട്ടി. നിതീഷ്, എന്താണ് ടീമിനൊപ്പം വന്നു, പ്രാക്ടീസ് തുടങ്ങി? അതെ, തീർച്ചയായും. ഞാൻ ഇപ്പോൾ ഒരു 3-4 ദിവസമായി വന്നിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഈ ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര എനർജി ഉള്ള പിള്ളേരാണ്. കാരണം എന്താ പറയുക, ഒരു ഭയങ്കര പോസിറ്റീവ് വൈബുള്ളൊരു പിള്ളേരാണ് എല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ വന്നപ്പോൾ തൊട്ട് തന്നെ വന്ന ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ് കിട്ടിയത്. എല്ലാവരും എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈവൻ ഗ്രൗണ്ടിൻ്റെ അകത്തായാലും പുറത്തായാലും ഹോട്ടലിൽ വെച്ച് കാണുമ്പോഴായാലും എല്ലാവരും ചില്ലാണ്. അപ്പോൾ എന്താ പറയുക, വളരെ സന്തോഷം. ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള ഈ ഒരു എനർജി ഉള്ളൊരു ടീം അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയർ ആണ് എപ്പോഴും ഒരു ടീമിനെ ഫൈനലിലേക്ക് എത്തിക്കുന്നതും അവിടുന്ന് ചാമ്പ്യൻസ് ആക്കുന്നതും. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 സീസണിൽ ഇവർ ചാമ്പ്യൻസ് ആയതും ഒരു സീസണിൽ റണ്ണപ്പ് ആയതും. ഇടയ്ക്കൊന്ന് ദിലീപ് ട്രോഫി കളിക്കാൻ പോകും. ഓക്കെ, അത് കുഴപ്പമില്ല. പക്ഷേ ആദ്യത്തെ 5-6 മത്സരം ഉണ്ടല്ലോ, അതിലൊരു തീരുമാനമാക്കിയിട്ട് വേണം പോകാൻ. ഓക്കെ, ശരി. അപ്പോൾ അതെ, യങ്സ്റ്റർ അരുൺ പൗലോസ് യങ്സ്റ്റർ. ഓക്കെ, ഇത് കോച്ച് എന്തോ അങ്ങനെ കാര്യമായി പറയുന്നുണ്ടല്ലോ. യങ്സ്റ്റർ തന്നെയാണ്, അറിയാം. കൊല്ലത്തിന്റെ ഭാഗം ഞാൻ ഫസ്റ്റ് ഇയർ കൊല്ലത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. സെക്കൻഡ് സീസൺ ഇഞ്ചുറി ആയിട്ട് കളിച്ചില്ലായിരുന്നു. തേർഡ് സീസൺ വീണ്ടും കൊല്ലത്തിലാണ്. നന്നായിട്ട് അടിപൊളിയായിട്ട് പ്രിപ്പറേഷനൊക്കെ പോകുന്നുണ്ട്. എല്ലാവരും കാണുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ്. നമ്മൾ ഒരു 3 hours 4 hours പ്രാക്ടീസ് കഴിഞ്ഞ് വന്നാലും എല്ലാവരും ആ പോസിറ്റീവ് തന്നെയാണ് നിൽക്കുന്നത്. അതാണ്. ആരോടും പറയണ്ട, ഏജ് എത്രയാ? ഏജ് ആരോടും പറയുന്നില്ല, 40 വയസ്സ്. നമ്മളപ്പോ ഏതാണ്ട് ഒരേ സമപ്രായക്കാരാണെന്ന് പറയാം. ഷറഫുദ്ദീൻ കൊല്ലത്തിന്റെ ആരെ വിട്ടാലും ഞങ്ങൾ ഷറഫുനെ വിട്ടില്ല എന്ന് ഉറപ്പിച്ചതാണ് CEO ഉൾപ്പെടെ ആളുകൾ. ഷറഫു, എന്താണ് ഇത്തവണ? വളരെ സന്തോഷമുണ്ട്. തേർഡ് സീസണും എന്നെ നിലനിർത്തിയതിലും എന്നെ വിശ്വസിച്ചതിലും വളരെയധികം സന്തോഷം. പിന്നെ എന്താ പറയുക, എങ്ങനെയെങ്കിലും കപ്പടിക്കാന്നുള്ളൊരു സംഭവമല്ല. നമ്മൊരു 2 സീസണും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്കറിയത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായ പ്ലാൻ ഉണ്ട്. അതിൻ്റെതായ റൂട്ടീൻസ് നമുക്കറിയാം. എന്ത് സംഭവിച്ചാലും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പം എങ്ങനെ ഡീൽ ചെയ്യണമെന്നൊക്കെ വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ട്. പിന്നെ നിതീഷ് ചേട്ടൻ പറഞ്ഞ പോലെ ഈ ടീമിൻ്റെ പ്രത്യേകത നല്ലൊരു എനർജി ഉണ്ട്. അതുതന്നെയാണ് നമ്മുടെ ഒരു സക്സസ്സും. ഈ സീസൺ നമുക്ക് പോയ കപ്പ് തിരിച്ചു പിടിക്കണം. നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എല്ലാം നന്നായി വരുന്നു. കൊല്ലം പൊളിയല്ലേ? ഉറപ്പായിട്ടും പൊളിയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ 2 സീസൺ നന്നായി ചെയ്തതാണ്. അതാണ്. അപ്പൊ ഫുൾ കോൺഫിഡൻസിലാണ്. അതിനടുത്ത ഒരു ചെറുപ്പക്കാരനെ അത് പറയേണ്ട കാര്യമില്ല. ദക്ഷ ശിവകുമാർ, 14 വയസ്സ്. അപ്പം ദക്ഷ എങ്ങനെയാണ് ഇത്തവണ KCL കളിക്കാനൊന്നും ഇറങ്ങില്ല, പക്ഷെ ഈ ടീമിനൊപ്പം ഫുൾ ടൈം എനർജി ആയിട്ട് ഉണ്ട്. ദക്ഷ് 6 പന്തിൽ 6 6 അടിച്ചു. അപ്പൊ ഇന്നലെ വന്നപ്പോഴാണ് 6 ട്രയൽ കൊടുത്തു, അതും 6 അടിച്ചു. അപ്പൊ മൊത്തം 7 എണ്ണമായി. ദക്ഷ എങ്ങനെയുണ്ട് ചേട്ടന്മാരെ കൂടെ ടീം ചേർന്നിട്ട്? ചേട്ടൻ നല്ല സപ്പോർട്ടാണ്. എല്ലാവരും നല്ല വൈബാണ്, നല്ല പോസിറ്റീവും. ഈ സപ്പോർട്ട് സ്റ്റാഫും ചേട്ടൻ നല്ല സപ്പോർട്ടീവാണ്. വൈബ് എന്ന് പറഞ്ഞു പെട്ടെന്ന് അതിന്റെ ഇടയിൽ ആ ഹണ്ടിലാണ് വൈഭവ് ഹണ്ട്. കേരളത്തിന്റെ നെക്സ്റ്റ് നമ്മൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. വരും അവന്റെ സമയമാവുന്നല്ലോ. 14 വയസ്സല്ലേ, പരീക്ഷയ്ക്ക് എഴുതിയിട്ട് അപ്പൊ ശരിയാകും നമ്മൾ. ശരി, ഇതാ നമ്മുടെ മാനേജർ. നമ്മൾ കഴിഞ്ഞ തവണയും കണ്ടായിരുന്നു, ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തവണ എങ്ങനെയാണ് സാർ? ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ പ്ലേയേഴ്സ് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. അപ്പോൾ അവർക്ക് ആ കിട്ടിയ ആ ഒരു ഫ്രണ്ട്ലി വൈബ്, ആ ഒരു എനർജി, ആ ഒരു കംഫർട്ടൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് ആക്ച്വലി ഞങ്ങളുടെ ജോബ്, ഞങ്ങളുടെ മാനേജ്മെൻറ്റ് സൈഡിൻ്റെ ജോബ്.
അത് വളരെ വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പം മനസ്സിലായി. അപ്പോൾ അതിൻ്റെ കോൺഫിഡൻസ് ഉണ്ട്. തീർച്ചയായിട്ടും പ്രിപ്പറേഷൻസ് എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. കപ്പ് എന്താവശ്യപ്പെട്ടാലും അപ്പം നമ്മൾ അങ്ങ് കൊടുക്കും. വേണ്ടതാണെങ്കിൽ. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് പോകുന്നുണ്ട്. കപ്പടിക്കും, അതിൽ താഴൊന്നുമില്ല. ഇവര് രണ്ടുപേരും നമ്മുടെ ആഷ്ലി, നമ്മുടെ ഫിസിയോ ആഷ്ലി ബ്രോയുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. വിജീഷ് എങ്ങനെയുണ്ട് പ്ലേയേഴ്സിന്റെ ഫിസിക്? ഇഞ്ചുറി ഒന്നും അതിൽ കാര്യമായിട്ടില്ല. എല്ലാവരും റിക്കവറിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. എല്ലാവരും പവറാണ്, ഫിസിക്കലി ഫിറ്റാണ്, നല്ല ഫിറ്റാണ്. ഓക്കെ. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒരു അനുഭവത്തിൽ ക്രിക്കറ്റ് ഇതിലേക്ക് ആദ്യമായിട്ടാണ്? അല്ലല്ല, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാക്ടീസ് സെഷൻ ആയാലും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഉറപ്പായിട്ടും ഹാർഡ് വർക്കിൻ്റെ അവസാനം റിസൾട്ടാണ് നമുക്ക് വേണ്ടത്. അത് ഉറപ്പായിട്ടും നമുക്ക് കിട്ടും തന്നെയാണ് പ്രതീക്ഷ. ഉറപ്പായിട്ടും അത് കിട്ടട്ടെ. നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷൻ കോച്ച് സഞ്ജു. അതെ, സഞ്ജു കൊല്ലത്തിനുണ്ട് ഒരു സഞ്ജു. ഓക്കെ, പറയൂ. പ്ലേയേഴ്സ് എല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയാണ്. ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫസ്റ്റ് മാച്ചിൽ കൂടെ കാണാൻ കഴിയും. ഓക്കെ, കപ്പ് മുഖ്യം. കപ്പ് മുഖ്യം. അതെ, ബിഗില്ലേ? നമ്മുടെ അസിസ്റ്റന്റ് കോച്ചാണ് വർഷ. ഓക്കെ. ഇവിടെ തന്നെ കൊല്ലത്ത് നിന്നാണ്. കോച്ചും അസിസ്റ്റന്റ് കോച്ചും ചെറുപ്പക്കാരെ നോക്കി എടുത്തല്ലോ. ഞാൻ അതിലേക്ക് വരാം. നമ്മുടെ ടീം വളരെ യങ് ആയതുകൊണ്ട് ഫുൾ ജെല്ലായിട്ട് ഓണായി നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സെറ്റ് ആക്കി കളിക്കുന്നുണ്ട്. ഇവിടെ അല്ല, പുറത്താണ് കളിക്കുന്നത്. പുറത്താണ്. ഇവിടെ ഉള്ള ആളുകളൊക്കെ ഒപ്പം കളിച്ചിട്ടുണ്ടാവും. ഇവിടെയുള്ള നേരത്തെ കളിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പുറത്താ വർക്ക് ചെയ്യുന്നത്. ദുബായിലാണ് വർക്ക് ചെയ്യണത്. ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് വന്ന് ജിയാസിനൊപ്പം ടീമിനെ പരിശീലിപ്പിക്കാൻ എത്തിയിരിക്കുകയാണ്. കൺഗ്രാറ്റ്സ്, ഗ്രേറ്റ് സാർ, ഗ്രേറ്റ്. ചേട്ടനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, കഴിഞ്ഞ തവണയും നമ്മൾ കണ്ടതാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണ? വളരെ നല്ലൊരു എൻവയൺമെന്റ് ആണ്. എല്ലാവരും നല്ല ജെല്ലാണ്. സപ്പോർട്ട് സ്റ്റാഫ് ആണെങ്കിലും മാനേജ്മെന്റ് ആണെങ്കിലും എല്ലാവരും പ്ലേയേഴ്സ് ആണെങ്കിലും എല്ലാവരും വളരെ ഹാപ്പിയാണ്, നല്ല മൂഡിലാണ്. അപ്പോൾ ഈ മൂഡ് കണ്ടിന്യൂ ചെയ്യും നമ്മൾ. ഗ്രേറ്റ്. ഇത്തവണ വലിയ പ്രതീക്ഷയോടെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ പ്രതീക്ഷ കാക്കണം കൊല്ലംകാരുടെ. യെസ്, സിഒ വരും. അപ്പോൾ വെറും സിഒ എന്ന് പറഞ്ഞാൽ പോരാ. സിഒ ഇവിടെ ആദ്യം എത്തി പ്രാക്ടീസിന് ഇറങ്ങി. ഇവരെ കൂടെ കളിക്കാൻ ഇറങ്ങിയല്ലോ. ഇറങ്ങിയായിരുന്നു. എന്താണ് ഇത്തവണ കൊല്ലം? ഈ കൊല്ലവും നമ്മൾ എല്ലാ പ്രാവശ്യം പറയുന്നത് തന്നെ, നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ബിറ്റ്വീൻ ദ ലിപ്പ് ആൻഡ് ദ കപ്പ് നമുക്ക് മിസ്സായി. അത് ഈ പ്രാവശ്യം വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസും അതിൻ്റെ പ്രിപ്പറേഷൻസുമാണ് ഇപ്പോൾ ഇവിടെ നടക്കണേ. അപ്പോൾ എന്താ ഇവിടേക്കാണ് നമുക്ക് നമ്മളൊരു റൂട്ട് കോസ് നടത്തുമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള റെമഡീസ് നമ്മൾ അതനുസരിച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനി ഘട്ടം ഘട്ടമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ബൈ 20th അതിൻ്റെ റിസൾട്ട് വന്നു തുടങ്ങും എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ നമ്മൾ ഫൈനലിൽ ഒന്ന് കാലിടറിപ്പോയി. അപ്പോൾ അതിൽ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് മറികടക്കാനുള്ള മറുതന്ത്രങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ടാകും. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല, അപ്പോൾ ഒരു ഉത്സവം ഇങ്ങനെ ഉത്സവം കഴിഞ്ഞിട്ട് അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ബോംബുണ്ടല്ലോ ലാസ്റ്റ്, അത് 18ാം തീയതി എത്തും. അപ്പോൾ ബാക്കി നമ്മൾ ബാക്കി നമ്മളിതങ്ങ് പുള്ളിക്ക് കൊടുക്കുകയാണ്. ആ ഇത് എക്സ്ട്രാ ഓർഡിനറി മറ്റുള്ളവരിൽ നിന്നും നമുക്ക് കമ്പയർ ചെയ്യാത്ത ഒരു സാധനം അവിടെ നിന്ന് കിട്ടും. അതുകൂടെ ആകുമ്പോഴത്തേക്ക് ഡണ്ണാണ്. ശ്രീശാന്ത് ടീമിനൊപ്പം ചേരുന്നതോടുകൂടി ഒരു വല്ലാത്ത വൈബ്, ഭയങ്കര ഓറയാണ് ബേസിക്കലി. പുള്ളിയുടെ കൂടെ ഒരു നിൽക്കുമ്പോൾ തന്നെ ദർശന ഓറ. ഓക്കെ, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ അതിന് മുൻപ് ഒരാൾ കൂടി, നിങ്ങളെ സോഷ്യൽ മീഡിയ ഹെഡ് ഉണ്ടല്ലോ, ഒന്ന് വിളിച്ചേ. വരൂ, സോഷ്യൽ മീഡിയ ഹെഡ് എന്ന് വരും. ഭദ്ര അല്ലേ? ഭദ്ര എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, സിഒയുടെ മകളാണ്. ഞങ്ങൾ ഭദ്രയെ ശ്രദ്ധിക്കാൻ കാരണം കഴിഞ്ഞ സീസണിൽ കളിക്കാരേക്കാൾ കൂടുതൽ എനർജിയിൽ ഈ ഗ്രൗണ്ടിൽ മൊത്തം ഓടി നടന്ന ഒരാളാണ്. എപ്പോൾ നോക്കിയാലും കൊല്ലത്തിൻ്റെ ടീമിനൊപ്പം ഫുൾ ടൈം എനർജിയാണ്. അപ്പം എന്താണ് ഇങ്ങനെ അച്ഛനൊപ്പം ഇറങ്ങാം, അമ്മയും വരാറുണ്ടല്ലോ. എങ്ങനെയുണ്ട് ടീം ഇത്തവണ? നമ്മുടെ നല്ലൊരു ടീമാണ്. അവസരം കട്ടിയ ക്രിക്കറ്റ് കളിക്കണം എന്നുള്ളിൽ മോഹമുണ്ട്. അതുണ്ട്. I think the team is very much gelled up and mixed up of all the players. എല്ലാ പ്ലേയേഴ്സിനും ബാക്കപ്പ് ഉണ്ട്. So it's going to be very tough to find a playing 11 from this. എല്ലാ ഇതിൻ്റെ ഓപ്ഷനും ആ സമയത്തൊക്കെ എല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ടായിരുന്നു. നമ്മൾ ക്രിക്കറ്റ് ചെറുപ്പം മുതലേ ഇങ്ങനെ, കൊച്ചിലെ മുതലേ ഞാൻ രാവിലെ 4 മണിക്ക് കളിക്കാൻ പോകുമ്പോൾ മുതൽ എൻ്റെ കൂടെ വരുമായിരുന്നു. അപ്പോൾ പിന്നെ സ്കോർ എഴുതും. അങ്ങനെ പിന്നെ കളി തുടങ്ങി. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് കളി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അവിടെ ടീംസിലൊക്കെ വന്നിരുന്നു. പിന്നെ നാട്ടിൽ കളിക്കാൻ വന്നു. ബട്ട് ചേട്ടൻ കുറച്ച് ഫിസിക്കൽ പ്രോബ്ലം കാരണമാണ് പുള്ളിക്കാരി പിന്നെ ക്രിക്കറ്റ്, പക്ഷേ അസോസിയേറ്റ് ആയിട്ട് ക്രിക്കറ്റ് വേറെ രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ എൻജോയ് ചെയ്യുന്നത്. യെസ്, നമ്മളത് കാണുന്നുണ്ട്. എനർജി, ആ എനർജി ടീമിൻ്റെ എല്ലാ താരങ്ങളിലും ഉണ്ട്. അവരെ കയ്യടി സത്യം അതല്ലേ. അപ്പം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് കൊല്ലം ടീം. കൊല്ലം 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 പൊളിയാണ്.
പൊളിയാണ് ഈ തവണ കൊല്ലം ടീം. കഴിഞ്ഞ തവണ ഇങ്ങെടുക്കാൻ നോക്കി, തൊട്ടരികെ വെച്ച് പോയി. പക്ഷെ അതല്ല, ഇക്കുറി കൊല്ലം കപ്പുറപ്പിക്കും അവരുടെ ടീം കാണുമ്പോൾ, അവരുടെ ടീമിന്റെ ഒത്തിണക്കം കാണുമ്പോൾ. ബൈ ബൈ. താങ്ക് യു ഗൈസ്.